വെൽക്കം ടു സിനിമോസഫി. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമയായിരുന്നു കളങ്കാവൽ. മമ്മൂട്ടിയുടെയും വിനായകന്റെയും മികച്ച പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ കരുത്ത്. ഒരുപാട് ചർച്ച ചെയ്ത് പഴകിയ പ്ലോട്ടാണെങ്കിലും അതിനെ അവതരിപ്പിച്ച രീതി മികച്ചതായിരുന്നു. തിയേറ്റർ റിലീസ് സമയത്ത് കളങ്കാവലിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ OTT റിലീസ് ആയിരിക്കുകയാണ്. ക്ലൈമാക്സിലെ ഒരു ഷോട്ട് കാരണം പല ചർച്ചകളും സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് നടക്കുന്നുണ്ട്. സ്റ്റാൻലി ദാസ് ശരിക്കും മരിക്കുന്നുണ്ടോ അതോ അയാൾ വിനായകന്റെ ജയശങ്കറിനെ കൊലപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? അവസാനം ആ വട്ടത്തിൽ പുക വലിച്ചൂതുന്നത് ആരാണ് തുടങ്ങി നിരവധി സംശയങ്ങളും ചർച്ചകളും പ്രേക്ഷകർക്കിടയിലുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സിനിമകൾക്കും ഓപ്പൺ ക്ലൈമാക്സ് ആണ് സംവിധായകർ നൽകുന്നത്. ഒരുപക്ഷെ സിനിമ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയാകും. പ്ലോട്ട് ഹോൾ ഒന്നുമില്ലാതെ വെൽമെയ്ഡ് ആയിട്ടുള്ള സിനിമകൾക്ക് അത്തരത്തിലുള്ള ക്ലൈമാക്സ് രസമാണ്. പക്ഷെ എല്ലാ സിനിമകൾക്കും അങ്ങനെയാകുമ്പോൾ അരോചകവുമാണ്. എക്കോ, കളങ്കാവൽ പോലുള്ള സിനിമകൾക്ക് ഓപ്പൺ ക്ലൈമാക്സുകൾ നൽകുന്നത് ആ സിനിമയുടെ ഡെപ്ത് കൂടാൻ കാരണമാകും. ഓക്കെ, ഇൻട്രോ ഇട്ട് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. അനാലിസിസ് ആയതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടാകും. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കളങ്കാവൽ എന്ന സിനിമയെക്കുറിച്ചാണ്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. കളങ്കാവൽ എന്നത് തെക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ്. വടക്കൻ മലബാറിലെ തെയ്യത്തോട് സാമ്യതയുള്ള കലാരൂപമാണ് കളങ്കാവൽ. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി ദേവീക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവത്തോടനുബന്ധിച്ചാണ് പ്രധാനമായും ഈ കലാരൂപം അരങ്ങേറാറുള്ളത്. ദേവിയുടെ ഉഗ്രരൂപമായ ഭദ്രകാളിയാണ് കളങ്കാവൽ കലയിലെ പ്രധാന കഥാപാത്രം. അസുരനായ ദാരികനെ കാളി അന്വേഷിച്ചിറങ്ങുകയും അവസാനം ദാരികനെ കണ്ടെത്തി അയാളെ വധിക്കുകയും ചെയ്യുന്നതാണ് കളങ്കാവൽ എന്ന കലാരൂപത്തിന്റെ ഇതിവൃത്തം. സിനിമയിലേക്ക് വരുമ്പോൾ വിനായകന്റെ കഥാപാത്രമായ ജയകൃഷ്ണനാണ് ഭദ്രകാളി. ജയകൃഷ്ണൻ എന്ന പേരിനർത്ഥം വിജയിച്ച കൃഷ്ണൻ എന്നാണ്. താന്ത്രിക് ടെക്സ്റ്റുകളിൽ കൃഷ്ണന്റെ മറുരൂപമാണ് കാളി. അൾട്ടിമേറ്റ് റിയാലിറ്റിയുടെ രണ്ട് ഭാവങ്ങളായാണ് കൃഷ്ണനെയും കാളിയെയും തന്ത്രശാസ്ത്രം കാണുന്നത്. റിയാലിറ്റിയുടെ സ്ത്രീഭാവം കാളിയും ആൺഭാവം കൃഷ്ണനുമാണ്. അതായത് കാളി തന്നെയാണ് കൃഷ്ണൻ. ജയകൃഷ്ണൻ എന്ന പേര് കാളിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കളങ്കാവൽ എന്ന കലാരൂപത്തിന്റെ ഭാഗമായി കാളി രൂപം കെട്ടിയ കലാകാരൻ ദാരികനെ തിരഞ്ഞ് ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളും കയറിയിറങ്ങും. അത് ആ ഉത്സവത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെയാണ് സിനിമയിലും. സ്റ്റാൻലിയെ തിരഞ്ഞ് ജയകൃഷ്ണൻ അധികവും കയറിയിറങ്ങുന്നത് വീടുകളാണ്. കാളി ഉഗ്രരൂപിയായ ദേവിയാണ്. നന്മയ്ക്കു വേണ്ടിയാണ് ആ മൂർത്തി നിലകൊള്ളുന്നതെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നന്മയാണോ തിന്മയാണോ എന്ന് വേർതിരിച്ചറിയൽ പ്രയാസമുള്ള കാര്യമാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലമാണ് ആ പ്രവൃത്തി നന്മയാണോ തിന്മയാണോ എന്ന് വിലയിരുത്തുക. അതായത് അസുരനും കാളിയും ചെയ്യുന്നത് ഒരേ കാര്യമായിരിക്കും, പക്ഷെ അതിന്റെ പരിണിത ഫലം ഒന്നായിരിക്കില്ല. അസുരൻ ആളെ കൊല്ലുന്നതിലൂടെ ലോകത്തിനും ആളുകൾക്കും നാശമാണ് ഉണ്ടാകുന്നത്. എന്നാൽ കാളി ഒരാളെ കൊല്ലുന്നതിലൂടെ ജനങ്ങൾക്കും ലോകത്തിനും നന്മയാണ് ഉണ്ടാകുന്നത്. അസുരനെയും കാളിയെയും കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അവരുടെ ഉള്ളിലെ അടങ്ങാത്ത കോപമാണ്. സിനിമയിലും അത് അങ്ങനെയാണ്. സ്റ്റാൻലിയും ജയകൃഷ്ണനും ഒരുപോലെ സൈക്കോകളാണ്. ജയകൃഷ്ണന് നത്തി എന്ന് പേര് വരാൻ കാരണം അയാൾ കുറ്റവാളികളെ ആരുമറിയാതെ റാഞ്ചിയെടുത്ത് കൊല്ലുന്നത് കൊണ്ടാണ്. സ്റ്റാൻലി ഒരു സൈക്കോ കില്ലറുമാണ്. കൊലപാതകം രണ്ടുപേരും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റാൻലി കൊല്ലുന്നത് കാരണം നാടിനും ആളുകൾക്കും നാശമാണ്. എന്നാൽ ജയകൃഷ്ണൻ ഒരാളെ കൊല്ലുന്നത് കാരണം നാടിനും ആളുകൾക്കും ഗുണമാണ് ഉണ്ടാകുന്നത്. അത്രയും ഭീകരനായ കൊലയാളിയെ പിടിക്കാൻ ഫോഴ്സിന്റെ സഹായമില്ലാതെ ജയകൃഷ്ണൻ ഒറ്റയ്ക്ക് പോയത് സിനിമയിലെ ഏറ്റവും വലിയ പ്ലോട്ട് ഹോൾ ആണെന്ന് പലരും അഭിപ്രായം പറഞ്ഞു കണ്ടു. എന്നാൽ സ്റ്റാൻലിയെ വകവരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ജയകൃഷ്ണൻ പോയത്, അല്ലാതെ അയാളെ അറസ്റ്റ് ചെയ്ത് സിസ്റ്റത്തിന്റെ മുന്നിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയല്ല. അതുകൊണ്ടാണ് അയാൾ ഒറ്റയ്ക്ക് പോയത്. മാത്രമല്ല, അയാൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ മാത്രമാണ് കളങ്കാവൽ എന്ന കലയും മിത്തോളജിയുമായി സിനിമ ബ്ലെൻഡ് ആകുകയുള്ളൂ. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് എഴുത്തുകാരൻ അത്തരത്തിൽ ആ സീനിനെ എഴുതിയിട്ടുള്ളത്. ഇനി പ്രധാന ചോദ്യത്തിലേക്ക് കടക്കാം. ശരിക്കും അവസാനം കാറിന്റെ ഡിക്കി തുറന്ന് സ്റ്റാൻലി പുറത്തു ചാടുന്നുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. സ്റ്റാൻലി കൊല്ലപ്പെടാതിരിക്കുക എന്നത് ആ സിനിമയുടെ കോർ ഫിലോസഫിയോട് പൊരുത്തപ്പെടാത്ത കാര്യമാണ്. അയാൾ കൊല്ലപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ആ സിനിമയുടെ പേരിന് പോലും അർത്ഥമില്ല. കാളി ദാരികനെ വധിക്കുന്നതോടെയാണ് കളങ്കാവൽ എന്ന കല പൂർത്തിയാകുന്നത്. അതുപോലെ തന്നെയാണ് കളങ്കാവൽ എന്ന സിനിമയും. ജയകൃഷ്ണൻ സ്റ്റാൻലിയെ കൊല്ലുക എന്നതാണ് സിനിമയുടെ കോർ. ക്ലൈമാക്സ് പോർഷൻ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. അതുവരെ വളരെ റിയലിസ്റ്റിക്കായി വളരെ നാച്ചുറലായി പോയിരുന്ന സിനിമ ക്ലൈമാക്സ് അടുക്കുന്നതോടെ ഒരു തിയേറ്റർ സ്വഭാവത്തിലേക്ക് മാറുന്നുണ്ട്. 360 സ്റ്റേജിൽ നടക്കുന്ന ഒരു പെർഫോമൻസ് പോലെയാണ് ഈ ഭാഗം നമുക്ക് തോന്നുക. കഥാപാത്രങ്ങളുടെ ബ്ലോക്കിംഗ് പോലും അങ്ങനെയാണ്. പലരും ഇത് നെഗറ്റീവായി പറയുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലെ ഏറ്റവും ബ്രില്യൻ സീക്വൻസ് ആയിരുന്നു ക്ലൈമാക്സ് ഭാഗം. അതുവരെ വളരെ തന്മയത്വത്തോടെ നാച്ചുറലായി കഥ പറഞ്ഞ സംവിധായകന്
ക്ലൈമാക്സും അങ്ങനെയാക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമോ അദ്ദേഹത്തിന് അറിയാത്ത കാര്യമോ ഒന്നും അല്ലല്ലോ. മനഃപൂർവ്വം തന്നെയാണ് ആ ഭാഗം അങ്ങനെയാക്കിയത്. കളങ്കാവൽ എന്ന കലാരൂപത്തോടുള്ള ആദരമാണ് സിനിമയുടെ ക്ലൈമാക്സ്. ആളുകൾക്ക് നടുവിൽ നിന്ന് കാളി ദാരികനെ വധിക്കുന്നതാണ് കളങ്കാവൽ കലയുടെ ക്ലൈമാക്സ്. കളങ്കാവൽ എന്ന സിനിമയുടെ ക്ലൈമാക്സിലും ആ പ്രതീതി ജനിപ്പിക്കുന്നുണ്ട്. ചുറ്റും കാണികൾ നിൽക്കുന്ന ഒരു 360 സ്റ്റേജിന് നടുവിൽ അവർ പെർഫോം ചെയ്യുന്ന അതേ അനുഭൂതി പ്രേക്ഷകന് നൽകാൻ സിനിമയുടെ ക്ലൈമാക്സിനാകുന്നുണ്ട്. കാളി ദാരികനെ വധിക്കുന്നത് നെഞ്ചിൽ കയറിയിരുന്നാണ്. സ്റ്റാൻലിയുടെ നെഞ്ചിൽ കയറിയിരുന്നാണ് ജയകൃഷ്ണനും അയാളെ കൊല്ലുന്നത്. ഈ സമയത്ത് വിനായകന്റെ ഉള്ളിലുള്ള എല്ലാ സൈക്കോത്തരവും പുറത്തു വരുന്നത് നമുക്ക് കാണാനാകും. അയാൾ ദേഷ്യം മൂർച്ഛിച്ച് കണ്ണുകൊണ്ടും നാവുകൊണ്ടും കോഷ്ടി കാണിച്ചാണ് സ്റ്റാൻലിയെ വകവരുത്തുന്നത്. ഏകദേശം ഈ ഭാഗങ്ങളിലെല്ലാം കാളിഭാവം നമുക്ക് വിനായകന്റെ മുഖത്ത് കാണാനാകും. അതുകൊണ്ട് തന്നെ സ്റ്റാൻലിയെ വകവരുത്തുക എന്നതാണ് സിനിമയുടെ ഫിലോസഫി. അതിനാൽ ജയകൃഷ്ണൻ സ്റ്റാൻലിയെ കൊന്നു എന്നത് തന്നെയാണ് റിയാലിറ്റി. അവസാനം കാറിന്റെ ഡിക്കി തുറക്കുന്നതായും ലുക്കൌട്ട് നോട്ടീസിന് മുന്നിൽ നിന്ന് പുകച്ചുരുളുകൾ വട്ടത്തിൽ ഉയരുന്നതായും കാണിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാകും? തീർച്ചയായും അതൊരു സിംബോളിക്കൽ ഷോട്ടാണ്. ഇത്തരത്തിലുള്ള അസുരന്മാർ ഒരിക്കലും നശിക്കുകയില്ല. ഒരാൾക്കപ്പുറം മറ്റൊരാൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് റിയാലിറ്റി എന്നാണ് അവസാനത്തെ ആ 2 ഷോട്ടുകളിലൂടെ സംവിധായകൻ പറയുന്നത്. സ്റ്റാൻലി എന്ന ആ പെർട്ടിക്കുലർ ആൾ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. സ്ത്രീകളെ ചൂഷണം ചെയ്യാനും കൊല്ലാനും ഇനിയും ഒരുപാട് സ്റ്റാൻലിമാർ വന്നുകൊണ്ടിരിക്കുമെന്നും സംവിധായകൻ നമ്മോട് പറയുന്നുണ്ട്. ഇതാണ് അവസാനത്തെ ആ 2 ഷോട്ടുകളിലൂടെ സംവിധായകൻ പറയാതെ പറയുന്നത്. സ്റ്റാൻലി ജീവിച്ചിരിക്കുക എന്നത് സിനിമയുടെ കോർ ഫിലോസഫിക്ക് എതിരാണ്. ഇതിനോട് സമാനമായിരുന്നു എക്കോയുടെ ക്ലൈമാക്സും. എക്കോയെ കുറിച്ച് ചെയ്ത വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിരവധി ആളുകൾ പറഞ്ഞിരുന്നു കുര്യച്ചൻ കൊല്ലപ്പെട്ടു എന്നും അവസാനത്തെ ഭക്ഷണത്തിൽ വിഷം ചേർത്തും ലാത്തിച്ചേർത്തി അയാളെ കൊല്ലുകയായിരുന്നു എന്നും. നിരവധി യൂട്യൂബേഴ്സും അവസാനത്തെ ആ സീനിനെ അങ്ങനെ വ്യാഖ്യാനിച്ചിരുന്നു. നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് കുര്യാച്ചൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. കുര്യാച്ചനെ കൊല്ലുക എന്നത് ആ സിനിമയുടെ കോർ ഫിലോസഫിക്ക് എതിരായിട്ടുള്ള കാര്യമാണ്. അതുവരെ സിനിമ എന്താണ് കൺവേ ചെയ്യുന്നത് അതിന് വിപരീതമാണ് കുര്യാച്ചൻ കൊല്ലപ്പെടുക എന്നത്. കൊല്ലാനായിരുന്നുവെങ്കിൽ അത് മ്ലാത്തിച്ചേർത്തിക്ക് പണ്ടേ ആകാമായിരുന്നു. എന്നാൽ സുരക്ഷയും തടവിലാക്കലും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേയുള്ളൂ. പലപ്പോഴും അത് തമ്മിൽ മാറിപ്പോകുമെന്നും തെറ്റിദ്ധരിക്കപ്പെടുമെന്നുമാണ് സിനിമ ടോട്ടലായി പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അയാളെ കൊലപ്പെടുത്തുക എന്നത് ആ കാര്യത്തോട് യോജിക്കുന്നതല്ല. ഈ അടുത്തിറങ്ങിയ ഒരു ഇന്റർവ്യൂവിൽ ഈ കാര്യം ബാഹുൽ രമേശ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെയാണ് സ്റ്റാൻലിയുടെ കാര്യവും. സ്റ്റാൻലി കൊല്ലപ്പെടാതിരിക്കുക എന്നത് ആ സിനിമയുടെ മൊത്തം തീമിന് എതിരായിട്ടുള്ള കാര്യമാണ്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും കളങ്കാവൽ എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.